ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മുടെ 4 ദിവസത്തെ അന്താലിയിലെ സ്റ്റേ ഒക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ തിരിച്ച് ഇസ്താംബൂളിലെത്തി. ഇസ്താംബൂളിൽ നമ്മൾ താമസിക്കുന്നത് പിയ സ്പോട്ട് ഹോട്ടലിലാണ്. അപ്പോൾ പിയ സ്പോട്ട് ഹോട്ടൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ അതിന് മുമ്പ് നമ്മളിപ്പം ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമുക്ക് സ്ട്രീറ്റൊക്കെ ഒന്ന് കാണാം. നമ്മൾ ഈ പിയ സ്പോട്ട് ഹോട്ടൽ വന്നിട്ടിരിക്കുന്നത് നേരെ ഗ്രാൻഡ് ബസാറിന് തൊട്ടടുത്ത് തന്നെ, അതായത് മെയിൻ മാർക്കറ്റിന് തൊട്ടടുത്ത് തന്നെ. പിയ സ്പോട്ട് ഹോട്ടൽ മറ്റ് ഹോട്ടലുകൾ നമ്മൾ നേരത്തെ താമസിച്ച മറ്റ് ഹോട്ടലുകളുടെ അത്രയും വലുതല്ലെങ്കിലും കുറച്ചൊക്കെ കാണാനുണ്ട്. നമുക്ക് ആ പിയ സ്പോട്ട് ഹോട്ടൽ കാണാം. അതിനു മുമ്പ് നമുക്കിപ്പം സ്ട്രീറ്റ് വ്യൂ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം അല്ലേ. ഒത്തിരി ഭയങ്കര വലിയ മാർക്കറ്റാണ് കേട്ടോ. പലതരത്തിലുള്ള ഷോപ്പുകളുള്ള ഒരു വലിയ മാർക്കറ്റ്. അങ്ങനെ ഇസ്താംബൂളിലെ ഗ്രാൻഡ് ബസാറിലേക്കുള്ള ഈവനിങ്ങിൽ ആ ഒരു സ്ട്രീറ്റ് വ്യൂ ഒക്കെ വാച്ച് ചെയ്ത് നമ്മളങ്ങനെ നടക്കുവാണ്. ഏതെങ്കിലും ഒരു സ്ഥലം കഴിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഒരു റെസ്റ്റോറൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഹോട്ടലിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഉച്ചയ്ക്കുള്ളതും ഈവനിങ്ങിലുള്ളതൊക്കെ നമ്മൾ പുറത്തുനിന്ന് തന്നെ നമ്മൾ കഴിക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ നടന്ന് നമ്മൾ ഒരു സൈഡിൽ ഈവനിങ്ങിൽ ഫുഡ് കഴിക്കാനുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയോ കബാബും സാധനങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പുതിയ സ്ഥലത്തെ ഫുഡുകളൊക്കെ നമ്മൾ ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ നമുക്ക് ഫുഡുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ഫ്രണ്ടിൽ അങ്ങനെ ഫസ്റ്റ് സ്റ്റാർട്ടർ കൊണ്ടുവച്ചു. സ്റ്റാർട്ടർ ഈ ബണ്ണ് വന്നിട്ട് ഇത്തിരി സോഫ്റ്റ് ആട്ടോ. നമ്മൾ സാധാരണ നമുക്ക് എല്ലായിടത്തും കിട്ടിയ പോലത്തെ ബ്രെഡല്ല, നല്ല സോഫ്റ്റാണ്. ഇൻസൈഡിൽ നല്ല സോഫ്റ്റാണ്. എന്താ സാധനം? മാഷ്ഡ് പൊട്ടറ്റയാണോ? ആണോ മാഷ്ഡ് പൊട്ടറ്റയാണോ അത്? മാഷ്ഡ് പൊട്ടറ്റയും കൊണ്ടുവച്ചു. മാഷ്ഡ് പൊട്ടറ്റയും ബ്രെഡും കൂടെ അല്ലേ? അതിൽ സ്വീറ്റ് ആയിരിക്കും കേട്ടോ കരുതുന്നത്. പക്ഷേ മാഷ്ഡ് പൊട്ടറ്റയും ബ്രെഡിനും കൂടെ കുഴപ്പമില്ല. അടുത്ത മെയിൻ കോഴ്സുകൾ കൊണ്ടുവന്നേ റൈസും ലാമ്പാണത് അല്ലേ? നെയ്ച്ചോറ് പോലെ ഇരിക്കുന്നത്. റൈസ് വന്നിട്ട് നെയ്ച്ചോറ് പോലെ ഇവിടുത്തെ മെയിൻ റൈസ് ആയിരിക്കും. ലാമ്പുണ്ടോ? അങ്ങനെ ഇവിടുന്ന് കുറച്ച് റൈസും അതുപോലെ തന്നെ ലാമ്പും ഒക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിൽ നടത്താൻ തുടങ്ങി. സ്ട്രീറ്റിൽ കൂടെ നടത്താൻ തുടങ്ങി. അതൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നേ. ചെറിയ റെസ്റ്റോറൻറ്റ് തന്നെ ഒരു 25 പേർക്കൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ റെസ്റ്റോറൻറ്റ്. എന്നിരുന്നാലും ഫുഡ് നല്ല സൂപ്പറായിരുന്നു. അങ്ങനെ നമുക്ക് ടർക്കി ലാമ്പും ടർക്കിയിലെ തന്നെ റൈസും ഒക്കെ നമ്മൾ ട്രൈ ചെയ്തിട്ട് വീണ്ടും നമ്മുടെ നടത്തം തുടരുകയാണ്. എന്തൊക്കെയായിട്ട് നമുക്ക് പോയി നടന്ന് അണയ്ക്കുന്നു കേട്ടോ, ഫുഡ് കഴിച്ചിട്ട് നടന്നിട്ട്. അപ്പോൾ നമുക്ക് സൈഡിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് പോയി കണ്ടിട്ട് വരാം. നടന്ന് നമ്മൾ ഗ്രാൻഡ് ബസാറിൻ്റെ തുടക്കത്തിലെത്തി. കുറച്ച് ഇരുട്ടൊക്കെ ആയി തുടങ്ങി. എന്നാലും ഇവിടെ നല്ല സാമാന്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും മാസ്ക് ഒക്കെ വെച്ചു. ഇവിടെ ആരും മാസ്ക് ഒന്നും വെച്ച് കാണുന്നില്ല. പക്ഷെ എന്നാലും നമ്മുടെ സേഫ്റ്റി നമ്മൾ നോക്കണമല്ലോ. അപ്പോൾ നമ്മൾ മാസ്ക് ഒക്കെ വെച്ച് ഈ ഗ്രാൻഡ് ബസാറിൻ്റെ അകത്തേക്ക് കയറാണ്. ഗ്രാൻഡ് ബസാർ അങ്ങ് നീണ്ടെന്ന് പറഞ്ഞ് കിടക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു പോകാം. ടർക്കി ഇസ്താംബൂളിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് നമ്മൾ കാണുന്നത്. ഗ്രാൻഡ് ബസാർ എന്നാണ്, കപ്പാലിക്കർസി ഗ്രാൻഡ് ബസാർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്ക് തുടക്കത്തിൽ കയറി തുടങ്ങാം. ഇവിടെ സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. നമ്മളെ സ്കാൻ ചെയ്യേണ്ട അകത്തേക്ക് നമ്മളെ സ്കാൻ ചെയ്താണ് പോകുന്നത്. അങ്ങനെ ചെറിയ സ്കാനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഗ്രാൻഡ് ബസാറിൻ്റെ എൻട്രൻസിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് 2 സൈഡിൽ ഷോപ്പുകളാണ്. ഒരേ ഒരു പ്രശ്നമുള്ളത്, നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നവരെല്ലാവരും ഒരുമിച്ച് പോയില്ലെങ്കിൽ മിസ്സായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇവിടെ ഇപ്പോൾ 2 സൈഡിലും ഡയമണ്ട്സിൻ്റെ ഷോപ്പുകളാണ് കാണുന്നത് കേട്ടോ. ഡയമണ്ട്സ്, സിൽവർ, ഡയമണ്ട് തന്നെ എല്ലാം കൂടുതലും ഡയമണ്ടിൻ്റെ ഷോപ്പുകളാണ്. ഡയമണ്ട് ആൻഡ് ഗോൾഡ്, സിൽവറിൻ്റെ ഷോപ്പുകളാണ് തുടക്കത്തിലിരിക്കുന്നതെല്ലാം. ഹലോ, ഹോൾഡ് മൈ ഹാൻഡ്. രണ്ട് സൈഡിലും നിറച്ച് ഷോപ്പുകളാണ്. പിന്നെ ഇതാ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ലാമ്പുകൾ, ഇത് കണ്ടോ തൂങ്ങിക്കിടക്കുന്ന ലാമ്പുകളുണ്ടല്ലോ. അതിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ലാമ്പുകൾ തൂങ്ങിക്കിടക്കുന്ന ഷോപ്പാണിത്.
അവിടെ ഫോട്ടോ എടുക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിരിക്കുകയാണ്. കണ്ടില്ല അത്. ഇതൊരു വലിയ ബസാറായതുകൊണ്ട് തന്നെ ആളുകളൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. നമ്മളിങ്ങനെ ടൂറിസ്റ്റുകളായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിനകത്തുള്ള ഇടനാഴികളും വഴികളും ഒന്നും നമുക്കറിയില്ല. കാരണം പല വഴികളിൽ കൂടെയും വഴികളും കിടക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഹോട്ടലിൻ്റെ പേരും വന്ന വഴികളും ഒക്കെ ഒന്ന് മനപ്പാടമാക്കി വെച്ചേക്കാണ്. അത് സ്വീറ്റിൻ്റെ ഷോപ്പാണിത്. സ്വീറ്റ് ഷോപ്പ്. ആപ്പിൾ ടീ, റിലാക്സ് ടീ, പോംഗ്രാനൈറ്റ്, മസാല ടീ. ഹലോ, what's this? Is it leaves and Exactly. flowers? This one Melissa. Melissa with chamomile, with rose. Melissa plant. It's a plant. It's mix of herbs. Piece of herbs, yeah. Okay. Rose. Rose tea. This is rose buds. Yes. Rose buds. Okay. ഇത് കണ്ടോ, നമുക്കിവിടെ ടീ കുടിക്കണമെന്ന് വെച്ചാൽ റോസ് ടീ ഇതുണ്ടോ, റോസ് ബഡ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ വൈറ്റ് ജാസ്മിൻ, നമ്മുടെ മുല്ലപ്പൂമൊട്ടാണ്. മുല്ലപ്പൂമൊട്ടിന് ഉണക്കി വെച്ചിരിക്കുകയാണത്. അത് വെച്ചിട്ടുള്ള ടീ ഉണ്ട്. പിന്നെ അതുപോലെ ഇതവർ പറഞ്ഞത് ഒരു ടൈപ്പ് ഓഫ് ഹെർബ്സ്, അതായത് ഒരു ചെടിയുടെ ഇലയും പൂവും അത് മിക്സ് ചെയ്തേക്കുന്നത്. ദിസ് ഈസ് എ മിക്സ് വൺ, ഇസ്ന്റ് ഇറ്റ്? മിക്സ് ഓഫ് ഓൾ കൈൻഡ്സ് ഓഫ് ഫ്രൂട്ട്സ്. നമ്മൾ നടന്നെടുത്ത് ഗ്രാൻഡ് ബസാറിൽ വന്നപ്പോൾ നമ്മളൊരു സംഭവം കണ്ടു കേട്ടോ. സാൻഡൽ പെസ്റ്റിനി എന്ന് പറയുന്നത് ഒരു മാളാണ്. അപ്പോൾ അതിൻ്റെ താഴേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. സോറി, നേഴ്സത്ത് എന്നും പറഞ്ഞിട്ട് വേണ്ടോ, നേഴ്സത്ത് നിന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ ആള് ഇതൊരു ഫേമസ് ആളാണ് ഇവിടെ. ഇതൊരു റെസ്റ്റോറൻ്റാണേ. നേഴ്സത്ത് ഇവിടെയാണ് അതായത് വേൾഡിലെ മിക്കവാറുമുള്ള എല്ലാ ഫേമസ് സ്റ്റാർസും വന്ന് കഴിക്കുന്ന ഒരു ഹോട്ടലാണ് നേഴ്സത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഓണറിൻ്റെ വാക്സ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ വാക്സ് കണ്ടുകളെ എന്താ അത് കണ്ടോ. നമ്മളിപ്പോൾ ഈ റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്നില്ല, നമ്മളിപ്പോൾ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിനകത്തേക്ക് കയറുന്നില്ല. അതുപോലെ ഇവിടെയും സെക്യൂരിറ്റി ഒക്കെ ഒത്തിരി സെക്യൂരിറ്റി ചെക്കൊക്കെ ഉണ്ട് ഇവിടെയും. നമ്മൾ സൊവനിയേഴ്സ് ഒക്കെ മേടിക്കുന്ന ഒരു ഷോപ്പിലെത്തിയിട്ടത് ഇഷ്ടംപോലെ കീ ചെയിനുള്ള സാധനങ്ങളൊക്കെ കിടക്കണ്ട. ഇവിൽ സൈ വാട്ട് ഈസ് ഇറ്റ് കോൾഡ്? ഗുഡ് ലക്ക്. ഓക്കെ. കണ്ടോ ഈ സാധനം കണ്ടോ? ഷോ ഈ സാധനം കണ്ടോ എല്ലാവരും? ഈ സാധനം നമ്മൾ രണ്ട് സാധനങ്ങൾ എടുത്ത് കൈ പിടിച്ചേക്കുവാണേ. ഇത് ഇവിടുത്തെ ട്രഡീഷണൽ സാധനമാണെന്ന് പറയുന്നത്. ഇത് എന്ന് പറഞ്ഞിട്ട് ഇവിൽ ഐ എന്നാണ് ഇവർ പറയുന്നത്. അതായത് നമ്മൾ സാധാരണ നാട്ടിലൊക്കെ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ഓരോ സാധനങ്ങൾ തൂക്കില്ലേ, അതുപോലത്തെ ഒരു സാധനമാണ് ഇവരിവിടെ വീടിൻ്റെ ഫ്രണ്ടിൽ തൂക്കി. അതായത് വീടുകളിലും ഹോട്ടലുകളിലും ഒക്കെ ഡിഫറെൻറ്റ് സൈസിലുള്ള വളരെ കളർഫുള്ളായിട്ട് റെയിൻബോ കളറുകളിൽ കിടക്കുന്ന ലാമ്പുകളുണ്ട് ഹാങ് ചെയ്യുന്നത്. ഇതിനാണ് മൊസൈക്ക് ലാംപ്സ് എന്നാണ് ഇതിന് പറയുന്നത്. ഇവരുടെ ട്രഡീഷണൽ ലാംപ്സുകളാണ് ഈ തൂങ്ങി കിടക്കുന്നത്. ഹലോ ഡോണ്ട് ടച്ച്. ഇതാണ് ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള മൊസൈക്ക് ലാമ്പ് എന്ന് പറയുന്നത്. ഈ മൊസൈക്ക് ലാമ്പിനകത്ത് അവർ അതിൻ്റെ ഡിഫറൻസ് കാണിച്ചിരുന്നേ. രണ്ട് തരത്തിലുള്ള ലാംപ്സ് ആണുള്ളത്. ഒരെണ്ണം അവർ കാണിച്ചത് ചൈന ലാമ്പ്. ഇതിന് വില കൂടുതലാണ്, കാരണം ഇത് ട്രഡീഷണലി മെയ്ഡ്, അതായത് ഭയങ്കര തിക്കായിട്ടുള്ള ഗ്ലാസ് ആണ്. ഇവിടെ ടർക്കി തന്നെ ഉണ്ടാക്കിയതാണെന്നാണ് ഇവർ പറയുന്നത്. ഇതിൻ്റെ സെക്ഷൻ സോ സ്ട്രോങ് ആണ്. അപ്പം ശരി, ഡിഫറെൻറ്റ് വെറൈറ്റീസ് ആണ്. വെറൈറ്റിയിലുള്ള ഗ്ലാസസും കുടങ്ങളും ഒക്കെ ഇരിക്കുന്നുണ്ടോ. Can I show? Yes. Oh, it's This one is Sultan Süleyman Kaftan motif.
We make 10% and ഇത് സുൽത്താൻ ഇടുന്ന ഡ്രസ്സാണെന്നാണ് ഇവർ പറഞ്ഞത്. സോ അതിനെ അവർ ഫ്ലവർ വേസ് ആക്കി വെച്ചിരിക്കുകയാണ്. ഇതിവിടെ ഇതുവഴി കൂടെ നമുക്ക് ഫ്ലവർ ഇടാം ഈ ഹോളിൽ കൂടെ. കൊള്ളാം, നല്ല രസമുണ്ട്. ഇറ്റ്സ് എ ഹാൻഡ് മെയ്ഡ് വൺ. ഇറ്റ്സ് ഓൾ യുവർ ഫാദർ മെയ്ഡ് ദിസ് വൺ. ഓ, ദാറ്റ്സ് ഗുഡ്. ലുക്ക്, ഇത് ഈ കടയിലെ so how the glasses it's in a machine you make it with stone. This stone. We oh put the this stone. After making hey നോക്കി, നമ്മൾ ഈ കടയിൽ കയറി നന്നായിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. ഈ സ്റ്റോൺ ആണ് ആക്ച്വലി this stone we are using for the what quartz. Okay, ഈ സ്റ്റോൺ ആണ് ഇവർ ഈ ഗ്ലാസസ് ഒക്കെ മെയ്ഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. natural like this. After we make fold of this, after we put it. എന്നിട്ട് ഈ ഷോപ്പിലെ ഇയാളുടെ അച്ഛനാണ് ഈ സംഭവങ്ങൾ മുഴുവൻ ഉണ്ടാക്കണേന്നാ പറഞ്ഞത്. നമുക്ക് വേണ്ടിയിട്ട് 2 ഓണേഴ്സ്, അതാ ഈ ഗ്ലാസ് ഷോപ്പിന്റെ ഓണേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് ട്വിൻസ് ആണ്, ഐഡന്റിക്കൽ ട്വിൻസ് ആണ് അവർ. 2 minutes ഗ്യാപ്പിൽ വന്ന 2 പേരാണെന്നാണ് കേട്ടോ പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. വാട്ട്സ് യുവർ നെയിം? മുസഫ്, മുഹാദ്. പോട്ടറി ഈ ഗ്ലാസ് ഒക്കെ എടുത്തിട്ട് അവർ പെയിന്റ് അടിക്കുകയും അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് അവർ വേൾഡ് വൈഡ് ഷിപ്പിംഗ് നടത്തുന്ന ഒരു ഷോപ്പാണ്. സാധാരണ സംഭവം ചെറിയ ഷോപ്പാണെന്നേ ഉള്ളൂ, പക്ഷെ അതിമനോഹരമായിട്ടാണ് ഇതിനകത്ത് വർക്കുകളെല്ലാം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പോട്ടറി ഷോപ്പിലെ ഓണേഴ്സിനോടൊക്കെ സംസാരിച്ച് നമ്മളിപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത് ഒരു സ്പൈസ് ഷോപ്പിലാണ്. ഈ സ്പൈസ് ഷോപ്പിലും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് കളയാം. നാച്ചുറൽ ആയിട്ട് ഉണ്ടാക്കിയിരുന്ന നാച്ചുറൽ സംഭവങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ടീ ഷോപ്പ്. നമുക്ക് ഒരെണ്ണം ട്രൈ ചെയ്യാൻ തന്നിട്ടുണ്ട് അവർ. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ആണിത്. ചിലതൊക്കെ ഒറിജിനൽ ലീവ്സ് ഡ്രൈ ചെയ്തു, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ഡ്രൈ ചെയ്തൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ ടൈപ്പാന്ന് നോക്കി. Ottoman spices, salad spice, vegetable soup, salty. This is relax. Yeah. Yes. What is it? Relaxant tea. They have the for melissa, pomegranate flower, lemon, the chamomile, hibiscus, raspberry. Is that That's powder for- or is it just like this? Just like this. Have you get Okay. fresh press? It's much better. Just you put the boiled water, 1 tablespoon, 1 glass, brother. Make the covers. Wait about 2 minutes, 3 minutes to come to damp, and after you can do it. I'll take 100 grams. 100 kilo. 100 grams. Minimum 100 kilo. ഭയങ്കര രസമാണ് നമ്മൾ. Hibiscus, raspberry, the rose. And if you need, my friend, I have the Turkish Viagra. Okay. For jiggy jiggy. When it doesn't work, your money is back. We give the guarantee. They have the for cholesterol, stomach, for diabetic, for the love, for special ladies day, the jasmine, Turkish traditional black tea, rose, chamomile. Up to you. സുൽത്താൻ ടീ. If you need, we have poison and so for your mother-in-law maybe. ഇത് വന്നിട്ട് നമ്മുടെ വെയിറ്റ് ലോസിന് യൂസ് ചെയ്യുന്ന ടീ എന്നാണ് പറഞ്ഞേക്കുന്നത്. 100 kilo, sister? 100 gram. നമ്മളോട് 100 കിലോ വേണമെന്നൊക്കെ ചോദിച്ചു വെയിറ്റ് ലൂസ് ചെയ്യാനായിട്ട്. കാരണം നമ്മൾ 0 വെയിറ്റ് ഒക്കെ ആയി പോകും കേട്ടോ അങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇതിനകത്ത് വന്നിട്ട് ഇത് സുൽത്താൻ ടീ. ഇത് വന്നിട്ട് സുൽത്താൻ ടീ എന്നാണ് ഇവർ പറഞ്ഞത്. സുൽത്താൻ ടീക്കകത്ത് 12 തരത്തിലുള്ള ഫ്ലവേഴ്സ് ആണ് ഇവർ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞത് കേട്ടോ. അതുപോലെ ഈ വെയിറ്റ് ലോസിംഗ് ടീക്കകത്ത് അവർ വന്നിട്ട് ലെമൺ Orange and green tea. ലെമൺ ഓറഞ്ച് ആൻഡ് ഗ്രീൻ ടീ. ഇത്രയും സാധനങ്ങളാണ് ഇതിന്റെ വെയിറ്റ് ലൂസിന് വേണ്ടിയിട്ട്.
എല്ലാ ദിവസവും You make the video? It's good. Brother. Thanks. You want to smell, sister? എവറി ഡേ നമ്മൾ ഒരു ഗ്ലാസ് വെച്ച് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലൂസ് ആവുമെന്ന് ഒരു ഗ്യാരണ്ടി പറയും. ഗ്യാരണ്ടി വൺ isn't it? Of course, we give the Every day one glass, one spoon. One spoon, that's one big glasses then make it. And you drink it, one is evening, one is that's the morning when you up. And Before having food. Yeah. We need 100 grams. 100 grams is not enough, bro. That's a really, but because But you need to give me a good price. no, I don't understand English. What? Okay. ഒന്നും പറയണ്ട, ഒരു ടീ കുറച്ച് ടീ നോക്കാൻ വേണ്ടി the main street that's closed in about എന്തൊക്കെ ടൈപ്പിലുള്ള ടീ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത് നോക്കിയേ. പല ടൈപ്പിലുള്ള പല വെറൈറ്റിയുള്ള ടീ ആട്ടോ. നമ്മളങ്ങനെ ഒരു ടീ ഷോപ്പിലും അതുപോലെ തന്നെ പോട്ടറി ഷോപ്പിലും ഒക്കെ കയറി അവിടുത്തെ ഓണേഴ്സിനെയൊക്കെ പരിചയപ്പെട്ടു. അതെ, ഒത്തിരി നടക്കാനുണ്ടായിരുന്നു. അങ്ങനെ കല്ലുമണി കുറച്ച് ടയേർഡായി, എന്നോട് ലിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ലിഫ്റ്റ് ചെയ്തേക്കാണ്. കല്ല് ടയേർഡാണോ കല്ലു? കല്ലു അല്പം ടയേർഡായി പോയി എന്ന് പറഞ്ഞാൽ, കാരണം ഇഷ്ടം പോലെ നടക്കാനുണ്ട്, ഒത്തിരി നടക്കാനുണ്ട്. ഇനി ഇപ്പോൾ സമയം ഏകദേശം ഇവിടെ രാത്രി 8 o'clock ആവാറായി ഇസ്താംബൂളിൽ. അപ്പോൾ അവർ പറഞ്ഞത് 8 o'clock ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ മിക്കവാറും എല്ലാ ഷോപ്പുകളും ഇപ്പോൾ തന്നെ ക്ലോസ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിനു മുമ്പ് വീണ്ടും നമ്മൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു സ്ഥലത്ത് വന്നാൽ പിന്നെ എല്ലാം കണ്ടു തീർക്കണ്ടേ. അപ്പോൾ വീണ്ടും നമ്മൾ കറങ്ങി ഓരോ ഷോപ്പുകളായിട്ട് കറങ്ങി പോവാണ്. എങ്ങനെയുണ്ട്? നമ്മൾ ചുട്ട കോണൂടെ മേടിക്കുകയാണ്. നമ്മൾ കുറേ ദൂരം നടന്ന് ആ മാർക്കറ്റിൽ കൂടെ മൊത്തം നടന്ന് നമുക്ക് വിശന്ന് ഇപ്പോൾ അതാ ചുട്ട കോണിനെ മേടിച്ച് തിന്നാൻ പോവാം. ചുട്ട കോൺ, ഫ്രഷ് കോണ്. വേറൊരു സാധനം കൂടെ കണ്ടു കേട്ടോ. നമ്മൾ ഈ കോണ് പോലെ തന്നെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പേര് വന്നിട്ട് അവർ പറഞ്ഞത് കെസ്താനി കെബാബ് എന്നാണ് പറഞ്ഞത്. കെസ്താനി കെബാബ് ഒരു ടൈപ്പ് നട്ടാണ്. കെസ്താനി കെബാബ്. അതും ഇതുപോലെ ചുട്ടെടുത്ത് വെച്ചേക്കുവാ കണ്ടോ. പിന്നെ ഇതാ ഇവിടെ കുറേ എണ്ണം ബോയിലും ചെയ്യുന്നുണ്ട് അവര്. നമ്മളങ്ങനെ ടർക്കി സ്ട്രീറ്റിലെ കോണ് തിന്ന് നോക്കുവാണേ. കുഴപ്പമില്ല, അതാണ്. അതിന് ഇസ്താംബുൾ തെരുവിലൂടെയുള്ള നമ്മുടെ യാത്ര വീണ്ടും ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് തിരിച്ച് നമ്മുടെ ഹോട്ടലിൽ കയറാനായിട്ടുള്ള സമയമായി. അപ്പോൾ നമ്മൾ തിരിച്ച് ഹോട്ടലിലോട്ട് കയറാണ്. ഇനി നാളെ നമ്മൾ വീണ്ടും ഇറങ്ങും ഈ തെരുവുകളിലൂടെ തന്നെ. ഓക്കെ.